അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അവസാന പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ 1,00,000-ൽ പരം വരുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അമാനത്താണ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഓരോ ഭർത്താവിനോടും തന്റെ ഭാര്യയെ കുറിച്ച് അല്ലാഹു ചോദ്യം ചോദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ സ്വഹാബത്തിനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അലാ ഇന്നലക്കും അലൻ നിസാഇകും ഹഖാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് പല കടമകളുണ്ട്. അതുപോലെ ഭർത്താക്കന്മാർക്ക് തിരിച്ചു തന്റെ ഭാര്യമാരോട് ഒരുപാട് കടമയുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു അനുചരം ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ? ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഓരോ ഭർത്താവിന്റെയും മനസ്സിലേക്ക് കടന്നു വരട്ടെ, ഇത് നീ പാലിക്കുന്നുണ്ടോ? ഈ കടമ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ആരാണ് നിന്റെ ഭാര്യയെന്ന് നീ മനസ്സിലാക്കണം. ആരാണ് നിന്റെ ഭാര്യയെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ 40ാമത്തെ വയസ്സിൽ പ്രവാചകന് നുബുവത്ത് കിട്ടിയിട്ട് പ്രബോധനമായിട്ട് മക്കയിലേക്ക് കടന്നു വന്നപ്പോ അവിടുത്തെ പീഡനങ്ങൾ പറയേണ്ടതില്ലല്ലോ. സഹിക്കാൻ കഴിയാത്ത പീഡനമായിരുന്നു. 13 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന് ഒരൊറ്റ രാത്രി പോലും അല്ലാഹുവിന്റെ റസൂൽ സമാധാനമായി ഉറങ്ങിയിട്ടില്ല. കാരണം വല്ലാത്ത പീഡനങ്ങളോ, എവിടെ നോക്കിയാലും തല്ലിച്ചതയ്ക്കുകയാ. ചോദിക്കാനും പറയാനും ഒരാളുമില്ലല്ലോ. അവസാനം പീഡനം സഹിക്കാൻ കഴിയാതെ അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബത്ത് ഹിജ്റ പോവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആ പോകുന്ന രംഗം എങ്ങനെയാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടിയാണ് പലരും കടന്നു പോയത്. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ കളഞ്ഞിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടെ പോടാ എന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കടന്നു ചെല്ലുകയാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോ മദീന നിവാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നറിയുവോ? അൻസാരികൾ മുഹാജിരീങ്ങളെ സ്വീകരിച്ച രംഗം ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവേ, 2 വീടുള്ളവർ ഒരു വീട് കൊടുത്തു. പടച്ചവനെ, തോട്ടങ്ങളുള്ളവർ അവരുടെ പകുതി കൊടുത്തു. സമ്പത്തുള്ളവർ പകുതി സമ്പത്ത് കൊടുത്തു. എന്തിനു പറയണം? 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് അൻസ്വാരിങ്ങൾക്ക് കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, നിന്റെ ഭാര്യ ആരെന്നറിയുവോ? അവള് ഹിജ്റ ചെയ്ത് കടന്നു വരുന്നവളാ. അവള് മുഹാജിറാണ്. ഹിജ്റ ചെയ്തുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ. അവൾക്ക് വാപ്പയുണ്ട്, അവൾക്ക് ഉമ്മയുണ്ട്, അവൾക്ക് കൂടപ്പിറപ്പുണ്ട്, അവൾക്ക് കുടുംബമുണ്ട്, അവൾക്ക് കൂട്ടുകാരുണ്ട്, അവൾക്ക് വീടുണ്ട്, നാടമുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കഴിയുമ്പോ അന്നു മുതൽ നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ. ഭർത്താവിന്റെ വാപ്പയാണ് അന്നു മുതൽ അവളുടെ വാപ്പ. ഭർത്താവിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ. ഭർത്താവിന്റെ കൂടപ്പിറപ്പാണ് അവളുടെ കൂടപ്പിറപ്പ്. ഭർത്താവിന്റെ നാടാണ് അവളുടെ നാട്. ഭർത്താവിന്റെ വീടാണ് അവളുടെ വീട്. അല്ലാഹുവേ, അവളുടെതെല്ലാം അവൾ അല്ലാഹുവേ വിട്ടൊഴിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഒരു മുഹാജിറിനെ പോലെ കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ,
നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കൽ നിന്റെ കടമയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, എത്ര പേരാണുള്ളത്, എത്ര പേരാണുള്ളത്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച കാലം നിനക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്നൊരു പാത്രത്തിലിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഈ നാട്ടിലെ ഏറ്റവും വലിയ പടച്ചുറപ്പിന്റെ റഹ്മത്തിറങ്ങുന്ന പടച്ചവന്റെ ബർക്കത്തുണ്ടാകുന്ന റഹ്മത്തിന്റെ മാലാകമാര് പെയ്തിറങ്ങുന്ന ഭവനമേതെന്നറിയുമോ? അത് ഹാഫിളിന്റെ വീടല്ല, ആലിമിന്റെ വീടല്ല, ഹാജിയാരുടെ വീടല്ല, സദഖ കൊടുക്കുന്നവന്റെ വീടല്ല. അല്ലാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ഇറങ്ങുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല ഭവനമേതെന്നറിയോ സഹാബാ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭവനമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഏത് വീട്ടിലാ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? രാവിലെ മുതൽ വീടിന്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്. വൈകുന്നേര സമയമായി കുളിച്ചൊരുങ്ങിയിട്ട് ഭാര്യതാ കാത്തിരിക്കുകയാണ്. വീട്ടിലുള്ളവർക്ക് മുഴുവനും കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം വിളമ്പി വെച്ചു. നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടപ്പുറപ്പും മക്കളുമല്ല ഭക്ഷണം കഴിക്കാതെ നിന്റെ വിളിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. മോളെ, നീ കഴിക്കുന്നില്ലേ? ഇക്ക വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ളവർ മുഴുവനും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി. നിന്റെ ഭാര്യ കാത്തിരിക്കുകയാണ്. നീ വരുമ്പോ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാ. അല്ലാ, 10 മണിയായി, 10:30 നീ നിന്റെ വീട്ടിലേക്ക് കടന്നു വെല്ലുകയാണ്. ഭാര്യ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് കവാടം തുറന്നു, സലാം പറഞ്ഞു മടക്കിയിട്ട് നിന്നെ സ്വീകരിക്കുകയാ. ആ സമയത്ത് പറയുന്ന വാക്കേതെന്നറിയോ? പെണ്ണെ, ഞാൻ ഭക്ഷണം കഴിച്ചു, നീ വേണമെങ്കിൽ കടിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നിന്റെ വെളിന്റെ മുന്നിലേക്ക് നിന്റെ ഭാര്യ പോയിരുന്നു. ഇറങ്ങുവോടോ ചെറുപ്പക്കാരാ, ആ പാവപ്പെട്ടവൾക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാരോ? അവസാനം എല്ലാം എടുത്തു വെച്ചിട്ട് കിടപ്പറയിലേക്ക് കടന്നു വരുന്ന നിന്റെ ഭാര്യ, നിനക്ക് എന്ത് സംഭവിക്കാനാ? കൂട്ടുകാരുടെ കൂടെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി പണ്ടം നിറച്ചിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഭർത്താവ് നന്ദിയില്ലാത്തവനാകരുത്, കരുണയില്ലാത്തവനാകരുത്, സ്നേഹമില്ലാത്തവനാകരുത്. നിനക്ക് വേണ്ടെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കൊന്ന് പോയിരുന്നുകൂടെ? അവൾ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു പിടിമാറിയിട്ട് നിനക്ക് തിന്നാൻ കഴിയുമല്ലോ. നിനക്കിന് പറ്റിയില്ലെങ്കിലും സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഭക്ഷണമെങ്കിലും നിനക്കൊന്ന് വാരി കൊടുത്തുകൂടെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകർ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹി വല്ലാത്ത വിശപ്പായിരുന്നു, പ്രവാചകന് വല്ലാത്ത വിശപ്പാട്. ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ വിശക്കുന്നു ആയിഷ, കഴിക്കാൻ വല്ലതുമുണ്ടോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ 3 റൊട്ടി എടുത്തുകൊണ്ടുവന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ഇതല്ലാതെ ഒന്നുമില്ല നബിയേ, ഇതല്ലാതെ ഒന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനതാ റൊട്ടി കഴിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത വിശപ്പായിരുന്നു. കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് 3 റൊട്ടിയും ഒറ്റയ്ക്കങ്ങ് കഴിക്കുകയാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാണ്. ഭക്ഷണപാത്രത്തിന്റെ മുന്നിലിരുന്നിട്ട് ലോകത്തിന്റെ നേതാവ് കരയുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവ് കരയുന്നത് കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാ നബിയെ കരയുന്നത്? എന്തിനാ നബിയെ കരയുന്നത്? ആയിഷ, നിനക്ക് തരാതെ ഞാൻ തിന്നു കളഞ്ഞല്ലോ ആയിഷ. ഇന്ന് നീ പട്ടിണിയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ കരന്നുകൊണ്ട് പറയുകയാ, നിനക്ക് തരാതെ ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ ആയിഷ. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അല്ലാഹുവിന്റെ റസൂല് ചെയ്തതെന്തെന്നറിയുമോ? ആയിഷ എന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ, എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ? ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ, അതും അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ റസൂലുള്ള കഴിച്ചു പോയതാണ്. ചോദിച്ചു, എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു, നബിയേ, എന്നോട് പൊരുത്തം ചോദിക്കല്ല നബിയേ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ, നിനക്കെന്ത് വേണം ആയിഷ? നിനക്കെന്ത് വേണം ആയിഷ? യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗത്തിലും നിങ്ങളുടെ ഭാര്യയാകണം നബിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കടാ. നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയോ, നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാവുകയോ, നിന്റെ വീട്ടിൽ സമാധാനമുണ്ടാവുകയോ, പരസ്പരം മനസ്സുകൾ തമ്മിൽ സ്നേഹമുണ്ടാവുകയോ. ചതിക്കത്തില്ലടാ ചെറുപ്പക്കാരോ, ഒരിക്കലും നിന്റെ ഭാര്യ നിന്നെ ചതിക്കൂല ചെറുപ്പക്കാരോ. അല്ലാഹുവേ, കുടുംബജീവിതം എന്ന് പറഞ്ഞോ എല്ലാം പങ്കുവെക്കാറുള്ളതാണല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുമ്പോ അതാ ഒരു സഹാബി കുറച്ചു പാല് കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുക്കുകയാ. അതാ കുറച്ചു പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂല് കുടിക്കാതെ ഭാര്യക്ക് കൊടുത്തു. ആദ്യം കൊടുത്തത് അല്ലാഹുവിന്റെ റസൂല് ഭാര്യക്കാണ്. ആയിഷ ബീവിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കുടിക്കാ ആയിഷ, പാല് കുടിക്കാ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല പാല് കുടിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞിട്ട് പതി പറഞ്ഞു, നബിയേ, എനിക്കും മതി നബിയേ. ഇല്ല ആയിഷ, വയറ് നിറച്ച് കുടിക്കാ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അവസാനം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി എന്റെ വയറ്റിൽ സ്ഥലമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് പാത്രം തിരിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് പാലിന്റെ പാത്രം വാങ്ങിയിട്ട് എന്തോ തിരയുകയാണ്, എന്തോ തിരയുകയാണ്. കാണാതെ പോയ ഒരു വസ്തു തിരയുന്നത് പോലെ പാൽപാത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്തോ തിരയുന്നു. നബിയെ, എന്താണ് നോക്കുന്നത്? എന്താണ് തിരയുന്നത്? ആയിഷ, നീ ചുണ്ടുവെച്ച് കുടിച്ച സ്ഥലം തിരയുകയാണ് ആയിഷ. എവിടെ വെച്ചാണ് നീ ചുണ്ടുവെച്ച് കുടിച്ചത്? ആ സ്ഥലം തിരയുകയാണ് ആയിഷ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ അത് കണ്ടുപിടിച്ചു. തന്റെ ഭാര്യയുടെ ചുണ്ടി എവിടെ വെച്ചാണോ കുടിച്ചത്, അതേ സ്ഥലത്ത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ചുണ്ട് വെച്ചിട്ട് പാല് കുടിക്കുമ്പോ ജീവിതമെന്ന് പറഞ്ഞാൽ ഇതാണ്. ആയിഷ ബീവി പറയുകയാ, ആയിഷ ബീവി പറയുകയാ, അല്ലാഹു എനിക്ക് 9 അനുഗ്രഹങ്ങൾ നൽകി. ആ 9 അനുഗ്രഹത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഗ്രഹം എന്തെന്നറിയുവോ? റബ്ബേ, അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് യാത്ര പറയുമ്പോ പ്രവാചകന്റെ തൊണ്ടക്കുടിക്ക് താഴെ അവസാനമായിട്ട് ഇറങ്ങിയത് എന്തെന്നറിയുമോ? പ്രവാചകൻ അതാ മരണത്തോട് മല്ലടിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചത്ത് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ എന്ന ഭാര്യയുടെ നെഞ്ചത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്താണ് റബ്ബേ, ആയിഷ ബീവിയുടെ കൂടപ്പിറപ്പ് മിസ്വാക്കുമായിട്ട് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷാനെ നോക്കി, ആ സഹാബിയുടെ കയ്യിലിരിക്കുന്ന മിസ്വാക്കിലേക്ക് നോക്കി. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും പറഞ്ഞില്ല. പക്ഷേ 18 വയസ്സുള്ള ആയിഷ ബീവിക്ക് മനസ്സിലായി എന്തിനാണ് തന്റെ ഭർത്താവ് നോക്കിയതെന്ന്. അല്ലാഹുവേ, ആ സഹാബിയുടെ തന്റെ കൂടപ്പിറപ്പിന്റെ കയ്യിലിരുന്ന് മിസ്വാക്ക് എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പ്രവാചകനെ സ്വന്തമായിട്ട്
പല്ല് തേക്കാ കഴിയുന്നില്ല. അവസാനം അത് വാങ്ങിയിട്ട് തന്റെ വായിക്കകത്ത് വെച്ചിട്ട് ആയിഷ ബീവി ചവയ്ക്കുകയാ. തന്റെ വായിക്കകത്ത് വെച്ചിട്ട് ആ മിസ്വാക്ക് കടിച്ച് ചവച്ചിട്ട് അല്ലാഹുവേ, ഉമ്മ തന്റെ കുഞ്ഞിന്റെ പാല് തേച്ച് കൊടുക്കുന്നത് പോലെ, ഉമ്മ തന്റെ കുഞ്ഞിന്റെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ 63 വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തന്റെ നെഞ്ചത്തിങ്ങനെ ചാരിക്കിടത്തിയിട്ട് അവിടുന്ന് തന്റെ ഉമ്മനീര് പുരണ്ട മിസ്വാക്ക് കൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ പല്ല് തേച്ച് കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കൽ നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ കരുണയും റഹ്മത്തും ബർക്കത്തും ഇറങ്ങുന്ന ഭവനം ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ആരാപ്പ ഇരുന്ന് കഴിക്കണ? ഏത് ഭാര്യയും ഭർത്താവും? സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക, ഏത് ഭാര്യയും ഭർത്താവും? പണ്ട് വീട്ടിലൊരു പാത്രമുണ്ട്, എല്ലാവരും ഒരുമിച്ചിരുന്ന കഴിക്കണം. എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു പാത്രം, എല്ലാരും ഒരുമിച്ചിരുന്ന്. ആര് ചോദിക്കേ? പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചട്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്ത് ചോറ് വാരിയിടും, എല്ലാ കറിയും അതിനകത്ത് ഇട്ടിട്ട് സിമെന്റ് കുഴക്കണ പോലെ നമ്മുടെ ഉമ്മ ഇങ്ങോട്ട് കുഴയ്ക്കും. നമ്മുടെ ഉമ്മ എല്ലാം കൂടെ ഇട്ട് കുഴച്ചിട്ട് ഇങ്ങോട്ട് വാരുമ്പോ വേണോടാ വേണം ആർത്തിയോടെ ചെന്ന് നിന്നിട്ട് ഞാനും നിങ്ങളും വാങ്ങി കഴിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ മണ്ണർ അള്ളാഹു മണീറയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മ ഇങ്ങനെ കുഴച്ചു തരും, നമ്മളെ കാർത്തിയോടെ വാങ്ങി തിന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് 5 or 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉമ്മ ഇതുപോലെ ഒന്ന് കുഴച്ചു കൊടുത്തു നോക്കി. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഓരോ വാപ്പയും ഓരോ ഉമ്മമാരും നിങ്ങളുടെ മക്കള് കാണാൻ ഇതുപോലെ സിമെന്റ് കുഴക്കണ പോലെ ഒരു പാത്രത്തിയിട്ട് ചോറ് കുഴച്ചിട്ട് വേണമെന്ന് വെച്ചാൽ അവൻ പറയാം എനിക്ക് വേണ്ട. കാരണം എന്തേ? അത് വേസ്റ്റാ അവനെ സംബന്ധിച്ചിടത്തോളം. സ്വന്തം കൂടപ്പുറപ്പ് നിന്റെ പാത്രത്തിൽ, എന്തിന് ഭർത്താവ് നിന്റെ പാത്രത്തിൽ ഭാര്യ തിന്നില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും വലിയ ശത്രു നാട്ടുകാരല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ശത്രു നാട്ടുകാരായിരിക്കത്തില്ല. നിന്നോട് ഏറ്റവും കൂടുതൽ അസൂയ നിന്റെ കൂടപ്പുറപ്പിനായിരിക്കും, നാട്ടുകാർക്കോ അയൽവാസികൾക്കോ അല്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സത്യം തന്നെ, നിന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യവും വൈരാഗ്യം. മനസ്സുകൾ തമ്മിൽ അകന്നുപോയില്ലേ? ഒരു വീടിന്റെ അകത്ത് എല്ലാരും വന്ന് ഇഷ്ടമുള്ളതുപോലെ തിന്ന കയറി കിടക്ക, ഒരു സ്നേഹവും ഇല്ല, ഒരു ബന്ധവും ഇല്ല. കുടുംബ ബന്ധത്തിന്റെ വിലയും മഹത്വവും നമുക്ക് തിരിച്ചറിയാതെ പോയി. ശത്രുക്കളെ പോലെ കിടന്നിട്ട് തമ്മിലടിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ചെറുപ്പക്കാരാ, നീ കടയിൽ പോയി കഴിച്ചോ, കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കഴിക്കണ സമയത്ത് ഭാര്യയോട് വിളിച്ച് ചോദിക്കും, നിനക്ക് വേണോ? ഇല്ലെങ്കിൽ നീ തിന്നോടാ, നീ വയറ് നിറച്ച് കഴിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോ ആ പാവത്തിന്റെ കൂടെ ഒരു പാത്രത്തിൽ ഇട്ടാൽ മതി. 2 പേരും കൂടെ നീ പോയിട്ട് നിനക്ക് തിന്നാൻ സ്ഥലമില്ലെങ്കിൽ അവളുടെ വായിലെങ്കിലും വാരിക്കൊടുക്ക്, നിനക്ക് പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പം അടുത്ത നബിയുനാ റസൂലുള്ളാഹി. ബോറടിക്കുന്നുണ്ടാ? ഇതിൽ അങ്ങനെ ഒന്ന് ഉള്ളത് പറയുമ്പോ അങ്ങനെയാണല്ലോ. ഉള്ളത് പറയുമ്പോ ചിലക്ക് കണ്ടെങ്കിൽ ഇഷ്ടപ്പെടാറില്ല. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ? ഇല്ലേ? കഴിച്ചില്ല. ഇന്നെങ്കിലും ഒരു ദിവസമെങ്കിലും, ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിച്ചൂടെ? മരിച്ച സ്വർഗം കിട്ടും. മനുഷ്യ കഴിച്ചൂടെ? നീയത്ത് ചെയ്യുന്നവരുന്ന് കൈവക്കിക്കേ. പറ്റണില്ല, മനസ്സനുവദിക്കണില്ല. അവളുടെ കൂടെ ഇരുന്ന് താത്താമാരെ ഒരു മടിയും വേണ്ട. നീ കൂടെ പോയിട്ട് നിന്റെ ഭർത്താവിന്റെ പാത്രത്തിൽ തിന്നുമോളെ, നിനക്ക് സന്തോഷം ഉണ്ടാകും. നിന്റെ ജീവിതത്തിൽ ആനന്ദം. നിന്നെ ചതിക്കൂല, നിന്റെ വേറൊരുത്തി കാണുമ്പോ ഓടൂല്ല. നീയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 2 നിന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം. ഭർത്താവിന്റെ കടമയാ ഭാര്യയ്ക്ക് ചെലവ്. അവൾ ചോദിക്കുന്നൊക്കെ നീ വാങ്ങിക്കൊടുക്കണം. അവൾക്ക് നീ വീട് വെച്ച് കൊടുക്കണം, വസ്ത്രം വാങ്ങി കൊടുക്കണം, കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കണം. അല്ലാഹു അത് പിന്നെ ചിലർക്ക് അങ്ങനെ പറ്റൂല, വാങ്ങിക്കൊടുക്കൂല. ഭാര്യക്കൊന്നും ചെലവിന് കൊടുക്കാത്തവരുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാ. അവള് വേലക്കാരി വേണമെന്ന് പറഞ്ഞാൽ നീ കൊടുക്കണം.
അവക്ക് വേലക്കാരിയെ വേണമെന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കണം, അത് നിന്റെ കടമയാ. അല്ലാതെ ഇവള് നിനക്ക് ചോറ് വെച്ച് തരാനും നിന്റെ മക്കളെ നോക്കാനും നിന്റെ തുണി കഴുകാനും ഉള്ളവളല്ല ഭാര്യ. അവക്കത് കഴുകാൻ നിർബന്ധമൊന്നുമില്ല. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നിന്റെ വസ്ത്രം കഴുകാനോ നിന്റെ വീട് നോക്കാനോ നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വെച്ചു കൊടുക്കണോ നമുക്ക് നിർബന്ധമൊന്നുമില്ല. അവള് വെച്ച് തന്ന അവളുടെ ഔദാര്യം, അവളുടെ മനസ്സിന്റെ വിശാലത. എന്റെ പ്രിയമുള്ളവരെ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാ. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവൻ പെണ്ണ് കെട്ടാരും പറഞ്ഞില്ലല്ലോ. എടാ, നിന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ നീ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കെട്ടാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഷ്ടമില്ലല്ലോ. ഭാര്യയ്ക്ക് സാരി വാങ്ങിക്കൊടുത്ത, ചുരിദാർ വാങ്ങിക്കൊടുത്ത, സ്വർണം വാങ്ങിക്കൊടുത്ത, അവക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത, ഒരു നഷ്ടവും നിനക്ക് വരാനില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഒരു ഉരുള ഭക്ഷണം കൊടുത്താലും അതിന് സദക്കയുടെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്ത, ഒരു കിലോ അരി വാങ്ങിക്കൊടുത്ത, കടയിൽ പോയിട്ട് ഇത്തിരി പച്ചക്കറി വാങ്ങിക്കൊടുത്ത, മീൻ വാങ്ങിക്കൊണ്ട് നിന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുത്ത, നാളെ മീസാൻ എന്ന ത്രാസിൽ നിനക്ക് സദക്കയുടെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. നഷ്ടമില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് നീ ചെലവിന് കൊടുക്കണം, അത് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭർത്താവിന്റെ കടമയാണ് തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക. തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. അവൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നീ വാങ്ങിക്കൊടുക്കണം. അവൾക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ ഈ പലരും ചോദിക്കും, ഉസ്താദെ എന്നെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനാണല്ലോ. അതിനുള്ള മറുപടി ഞാൻ പറയൂല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്ന് പെണ്ണുങ്ങളൊന്നും പറയൂല. ഇന്ന് ഭർത്താക്കന്മാർക്ക്, എന്നാ ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ഭാര്യമാരുണ്ട്. അതിനുള്ള മറുപടി ഇൻഷാ അല്ലാഹ് അടുത്ത വയൽ എവിടെങ്കിലും, അടുത്ത വയലില് നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദ. ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ കടക്കാത്ത 3 ഭർത്താക്കന്മാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഇരിക്കണ ഭർത്താക്കന്മാരിൽ 3 വിഭാഗം ഭർത്താക്കന്മാര്. കള്ളുപിടിക്കനല്ല, പലിശക്കാരനല്ല, നിസ്കരിക്കാത്തവനല്ല, പെണ്ണുപിടിക്കനല്ല. ലാ യദ്ഖുലൂനൽ ജന്നതി അബദ. ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ പോകാത്ത 3 ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. 5 വിഭാഗം ഭാര്യമാര് നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതേ റസൂലുള്ള പറഞ്ഞു, 5 വിഭാഗം പെണ്ണുങ്ങൾ അവര് നരകത്തിന്റെ വിറകുകൊള്ളികളാ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ കൊടുക്കുമാറാകട്ടെ. അത് അടുത്ത വഴി പറയാം, അടുത്ത കൊല്ലം വിളിക്കുമല്ലോ, അപ്പൊ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഒന്ന് നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യക്ക് കൊടുക്കാം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക. അത് നിന്റെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടാമത്തെ കടമ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലാ തദ്രിബിൽ വജ്ഹ വലാ തുകബ്ബിഹു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ നിന്റെ ഭാര്യയുടെ മുഖത്തടിക്കല്ലേ, നീ നിന്റെ ഭാര്യയെ ചീത്ത വിളിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല, അവളെ ചീത്ത വിളിക്കാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. സലാത്ത് പറ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, വിളിക്കണ വിളിയൊക്കെ കേട്ടാ സഹിക്കൂല. ഓരോ ഭർത്താക്കന്മാരും തന്റെ ഭാര്യമാരെ, ചില ഭർത്താക്കന്മാര് വിളിക്കണ വിളി കേട്ട അല്ല ഡിക്ഷണറിയിൽ അതിന് അർത്ഥം പോലും ഇല്ലാത്ത തെറി. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ലോകത്തിന്റെ നേതാവ് ഒരു ഭാര്യയെയും തല്ലികെട്ടില്ല. 11 ഭാര്യമാരുണ്ടായിരുന്നു, ഒരാളെ പോലും അല്ലാഹുവിന്റെ റസൂല് തല്ലികെട്ടില്ല. തന്റെ വീട്ടിലെ ജോലിക്ക് നിന്ന സഹാബികളെ വീട്ടിലെ ജോലിക്കാരെ പോലും അല്ലാഹുവിന്റെ റസൂല് തല്ലികെട്ടില്ല. ഒരാളും തന്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, അത് ഏത് സാഹചര്യത്തിലാകട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവിയുമായിട്ട് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പിണങ്ങി. പിണക്കം കുടുംബത്തിലുള്ളതാണ്, അത് ദാമ്പത്യ ബന്ധത്തിലെ ഒരു സുഖമാണ്. അല്ലാഹുവേ, ലോകത്തിന്റെ നേതാവ് തന്റെ ഭാര്യയുമായി പിണങ്ങിയിരിക്കുകയാ. ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ദേഷ്യം വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് ചോദിക്കുന്നു, നബിയേ വഅന്തല്ലദീ തസ്ഉമു അന്നക നബിയ്യുൻ. അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ ഭാര്യ ചോദിക്കുകയാ, നിങ്ങളാണോ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത്? നിങ്ങളാണോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? ദേഷ്യം വന്നപ്പോ ലോകത്തിന്റെ നേതാവിനോട് തന്റെ ഭാര്യ ചോദിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തായിരുന്നെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തായിരുന്നെന്നറിയുവോ? റസൂലുള്ള തല്ലിയില്ല, റസൂലുള്ള ദേഷ്യപ്പെട്ടില്ല. അവിടെന്ന് ചോദിക്കുകയാ, നിങ്ങളാണോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആയിഷ, നിനക്ക് എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത്, എപ്പോഴാണ് നിനക്ക് എന്നോട് ദേഷ്യമുള്ളത്? എനിക്കത് തിരിച്ചറിയാം ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ ദേഷ്യത്തിലിരുന്ന ആയിഷ ബീബി അത്ഭുതത്തോടെ ആകാംക്ഷയോടെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, ഇന്നീലാ അരിഫു ഖൽബകി വരിലാകി. എപ്പോഴാണ് നിനക്ക് എന്നോട് കോപമുള്ളത്, എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത്? എനിക്ക് തിരിച്ചറിയാൻ കഴിയും ആയിഷ. ആയിഷ ബീബി ചോദിക്കുകയാ, വകൈഫ തഅരിഫു ദാക യാ റസൂലല്ലാഹ്. എങ്ങനെയാ നബിയേ, എനിക്ക് സ്നേഹമുണ്ടോ, എനിക്ക് ദേഷ്യമാണോ, എന്നെങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് മഹദിയായിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല ഒരിക്കൽ ഭാര്യയും ഭർത്താവും പിണങ്ങി ഇരുന്നിട്ട് ആയിഷ ബീബിക്ക് ദേഷ്യം വന്നിട്ട് നബിയോട് ചോദിക്കാൻ, നിങ്ങളാ അള്ളാന്റെ റസൂൽ എന്ന് പറയുന്ന ആള്? നാലിച്ചു കടന്ന് വല്ലാത്തൊരു ചോദ്യവാ, അടി കൊള്ളിക്കേണ്ട ചോദ്യവാ, അടി കൊള്ളേണ്ട ചോദ്യവാ. എന്നിട്ട് അള്ളാന്റെ റസൂല് തല്ലിയില്ല. അതുകൊണ്ടാ പണ്ഡിതന്മാര് പറഞ്ഞത്, പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എടുത്തു ചാട്ടവും കൂടുതലാ. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ദേഷ്യമുണ്ടായാൽ ഭർത്താക്കന്മാര് മിണ്ടാതിരിക്കണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്ത്? ഉള്ളത് തന്നെ. നീ എന്തെങ്കിലും പറയും, അവൾ അതിന് മറുപടി പറയും. നീ അതിന് മറുപടി പറയും, അവള് തറുതല പറയും. അല്ലേ? നമ്മളൊന്ന് പറയും, അതിന് മറുപടി ഭാര്യ പറയും. അതിന് മറുപടി നമ്മൾ പറയും, അവൾ അതിന് പറയും, അടുത്ത തറുതല പറയും. തറുതല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസാരമൊന്നുമില്ല. പെടലി നെടുവ് ഒരെണ്ണം കൊടുക്കും, കൈ കെട്ടണ ഒരെണ്ണം എടുത്ത് ഒരെണ്ണം കൊടുക്കും. കൊണ്ട വാങ്ങിച്ചോണ്ട് എവിടെങ്കിലും പോയിരിക്കുവോ, പിന്നെയും താന്ന് പറഞ്ഞ് കുറേ വരും. നമ്മൾ മനസ്സറിഞ്ഞിട്ട് വാരി കൊടുക്കും. അവസാനം അവള് വാരി കെട്ടി വീട്ടിൽ പോകും. അവിടെ നിന്ന് വാപ്പാനെ വിളിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകും. നിനക്ക് പീഡനത്തിന് കേസും കൊടുത്തിട്ട് അകത്തു പോയി കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉണ്ടതല്ലേ? അപ്പൊ ഏറ്റവും നല്ലത് എന്താ? മിണ്ടാതിരിക്ക. ഭാര്യക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരും മിണ്ടാതിരിക്ക. പെണ്ണുങ്ങളോട് പറയുന്നത്, ഇക്കാക്ക് ശൈത്താൻ കൂടിയിട്ടുണ്ടെന്ന് തോന്നിയ നീ മിണ്ടാതെ ബെഡ്റൂമിൽ പോയി, അതാ നിന്റെ ശരീരത്തിന് നല്ലത്. നിന്റെ ശരീരത്തിന് ഇക്കാ ദേഷ്യത്തിലാണെങ്കിൽ അല്ലാതെ പോയിരുന്നാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കണം, തായിക്കാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യാചിച്ചുകൊണ്ട് നടക്കണം. അയാൾ തരും. പിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അയാൾ മലക്കൊന്നുമല്ല, മനുഷ്യനാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറയാ, നിനക്ക് എപ്പോഴാ ദേഷ്യം ഉണ്ടത്, എപ്പോഴാ സ്നേഹമുള്ളത് എനിക്കറിയാം. ആകാംക്ഷയോടെ ചോദിച്ചെന്ന് അതെങ്ങനെ അറിയാൻ നബിയെ? ഇപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്നക ഇദാ കുന്തി റാളിയത്തിൻ. അള്ളാന്റെ റസൂല് പറഞ്ഞു, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ നീ പറയും, കുൽത്തി ബലാ ബി റബ്ബി മുഹമ്മദ് നബിയുടെ റബ്ബിനെ കൊണ്ട് സത്യം. നീ അങ്ങനെ പറയും. എന്റെ പേര് ചേർത്തിട്ടേ പറയും. അത് എന്നോട് സ്നേഹമുള്ളപ്പോൾ മാത്രമേ പറയത്തുള്ളൂ. ഇനി നിനക്ക് എന്നോട് ദേഷ്യമാണെങ്കിൽ നീ പറയും, ലാ വ റബ്ബി ഇബ്രാഹിം നബിയുടെ റബ്ബിനെ കൊണ്ടാണ് സത്യം. അപ്പൊ എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ, എനിക്ക് നിങ്ങളുടെ പേരിനോട് മാത്രമേ ദേഷ്യമുള്ളൂ, ഒരിക്കലും ഞാൻ നിങ്ങളെ ദേഷ്യപ്പെട്ടിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് സാഹചര്യത്തിലും ഭാര്യയെ തല്ലരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വീട്ടിലേക്ക് വരിക. ആയിഷ ബീവി വീടിന്റെ അകത്ത് ഇറച്ചിയും ചപ്പാത്തിയൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക. റസൂലുള്ളാഹിനെ കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി വെക്കുമ്പോൾ റസൂലുള്ള വരുമ്പോ മറ്റൊരു ഭാര്യ കുറച്ച് ഇറച്ചിക്കറി കൊണ്ടുവന്നിട്ട് നബിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ കഴിച്ചോ, ഞാൻ വെച്ചതാ നബിയെ. സഫിയ ബീബി കുറച്ച് കറി കൊണ്ട് കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നിട്ട് ആയിഷ ബീവിയോട് പറയാ, എന്റെ മറ്റേ ഭാര്യ തന്നതാ ഇത്തിരി കറി, ഇറച്ചിക്കറി എനിക്ക് തരാൻ. ആയിഷ ബീവിയുടെ കയ്യിൽ കൊടുത്തു. എടുത്തോർ ഒറ്റ ഏറ് കറി.
ആയിഷ ബീവി. ഇവിടെ വീടിന്റെ അകത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കുമ്പോ അടുത്തവിടെ ഇത് മേടിച്ചിട്ട് വന്നിരിക്കണേ, എടുത്തൊരൊറ്റ ഏറ് പാത്രം പൊട്ടിച്ചെതറി. അല്ലാഹു അല, നമ്മളാണെങ്കിൽ നരച്ചിരിക്കുക. നിന്റെ സഹോദരി നിന്റെ വീടിന്റെ അടുത്താ താമസിക്കണേ. ഒരിക്കൽ ഇറച്ചിക്കറി വെച്ചപ്പോ എന്റെ ഇക്ക അല്ലേ പാവ, അല്ലാഹ് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് നിന്റെ കൈ തന്നു. ആ കറിയുമായി വീട്ടിൽ വന്നിട്ട് നിന്റെ ഭാര്യയുടെ കൈ കൊടുത്ത് എന്റെ പെങ്ങള് തന്നതാ കഴിക്കാൻ. അവളെടുത്ത് എറിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. സുബ്ഹാനല്ലാഹ്. പിന്നെ തറയെന്നെടുക്കണം, പാത്രമല്ല ഓളെ. എന്റെ റസൂലുള്ളാഹി തങ്ങൾ തല്ലിയില്ല, മിണ്ടാതെ അവിടെ ഇരുന്നിട്ട് ആ പൊട്ടിയ പാത്രം പറക്കിയെടുത്തു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയെ തല്ലരുത്, പ്രത്യേകിച്ച് മുഖത്തടിക്കരുത്, മുഖത്തടിക്കരുത്. 2, നിങ്ങൾ അവളെ ചീത്ത വിളിക്കല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്താ ചീത്ത എന്നറിയോ? മോശമായി അവളുടെ വാപ്പ ഉമ്മ, എന്തിന് പട്ടി പന്നി, ഇവിടെ നിന്ന് പറയാൻ പാടില്ല, അങ്ങനത്തെ ഭാഷയെ വിളിക്കണേ. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ക്ഷമിക്ക്, സഹിക്ക്, സബർ. എന്തൊക്കെ ചെയ്താലും ഭാര്യയല്ലേ, ആ പാവം അവൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്ക്. അതൊരു ഭർത്താവിന്റെ കടമയാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എങ്കിൽ ഭാര്യമാരെ തല്ലാൻ പാടില്ല എന്നല്ല, 5 സമയങ്ങളിൽ പെണ്ണുങ്ങളെ തല്ലാമെന്നും ഹദീസിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സന്തോഷായില്ലേ? സന്തോഷമായില്ലേ? 5 സമയങ്ങളിൽ പെണ്ണുങ്ങളെ തല്ല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വേണോ? അറിയണോ? ഭാര്യയെ തല്ലാൻ പറ്റുന്ന ഒരു 5 സമയമുണ്ട്, അറിയണോ? താല്പര്യമുള്ളവർ കൈപൊട്ടിക്ക്. ഏകദേശം തീരുമാനമായി. ഇങ്ങനെ കുടുംബം കലക്കാൻ വന്നതാ അതോ ഒരുമിപ്പിക്കാൻ വന്നതാ? അങ്ങനെയാണല്ലോ. നിങ്ങൾ ചിരിക്കണ്ട, ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പഠിക്കാനാ. നിനക്ക് സൂക്ഷിക്കാമല്ലോ, നിനക്ക് സൂക്ഷിക്കാമല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നിന്ന് കിതാബിൽ കാണാം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് പറയുന്നു, ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി കിടപ്പറയിൽ സഹകരിക്കാത്ത ഭാര്യ. കിടപ്പറയിൽ സഹകരിക്കാത്ത ഭാര്യ, അവർക്ക് അശുദ്ധിയൊന്നുമില്ല, രോഗമൊന്നുമില്ല, നല്ല ആരോഗ്യം ആഫിയത്തോടു കൂടി നടക്കുകയാ. ഗൾഫിൽ നിന്ന് 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്നതാ പാവപ്പെട്ടവൻ. ഇവളിങ്ങനെ നടക്കാ. അല്ലാഹു അലം. ഭർത്താവുമായി കിടപ്പറയിൽ സഹകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഭാര്യ, അവൾക്ക് തല്ല് കൊടുക്കാമെന്ന. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ തല്ലണമെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. എങ്ങനെയാ തല്ലണ്ടെന്ന് അവസാനം പറയാം. 2, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുന്നുണ്ട്, തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീടിന്റെ പുറത്തു പോകുന്ന ഭാര്യ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ. ഇസ്ലാം പറയുന്നത്, ഞാൻ പറഞ്ഞു, ഭർത്താവിന്റെ കടമയാ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ. ഏത് ഭാര്യയ്ക്ക്? നീ പറയണത് അനുസരിക്കണ ഭാര്യയ്ക്ക്. മനുഷ്യൻ, നീ പറയുന്നത് അനുസരിക്കുന്ന ഭാര്യയ്ക്ക് നീ ചെലവിന് കൊടുത്താൽ മതി. നിനക്ക് ഒരു വിലയും തരാത്തവർക്ക് ചെലവിന് കൊടുക്കാൻ ഒരു ദീനും പറയുന്നില്ല, ഒരു കോടതിയും പറയണില്ല. നീ പറയുന്നത് അനുസരിക്കുന്ന ഭാര്യ, അവൾക്ക് ചെലവിന് കൊടുക്കണ്ടേ? അപ്പൊ നിന്റെ അനുവാദമില്ലാതെ പുറത്തേക്ക് പോകുന്ന ഭാര്യ, അവൾക്ക് തല്ല് കൊടുക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 3, അവിടെ നിന്ന് പറയുന്ന തറക്കു സ്വലാ, നമസ്കാരം ഉപേക്ഷിക്കുന്ന ഭാര്യ. നീ സുബൈക്ക് പള്ളിയിൽ പോകുമ്പോ വിളിച്ചുണർത്തിയിട്ടാ പോയെ. നീ പള്ളിയിൽ പോയി ഇസ്റാഖ് നിസ്കാരവും കഴിഞ്ഞിട്ട് 7-ന് വെടിയുമ്പോഴും അവള് കിടക്കുന്നുണ്ട് അതേ സ്ഥലത്ത്, അതേ കടപ്പ. ഒരു കരുണയും കാണിക്കണ്ട, കൊടുത്തു വരണം, കൊടുക്കാം, കുഴപ്പമില്ല എന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, 4, ഭാര്യയും ഭർത്താവും രാത്രി ശാരീരികമായി ബന്ധപ്പെട്ടു. നീ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു പള്ളിയിൽ പോയി, ഇവളെ വിളിച്ചു കുളിക്കാൻ. അവള് കുളിക്കുന്നത് പോയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. നീ 7 മണിക്ക് വരുമ്പോ അതുപോലെ കിടക്കുന്നുണ്ട്. നീ വിളിച്ചപ്പോ ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി ചായ ഇട്ട് നിനക്ക് തന്നു, എന്നിട്ടും കുളിക്കുന്നില്ല. ആ മക്കൾക്ക് സ്കൂളിൽ പോകണം, അവൾ ഓടുക. മക്കളെ സ്കൂളിൽ വിടുന്നതിന്റെ ഓട്ടം. സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോ നിനക്ക് കാപ്പി ഉണ്ടാക്കി തരാം. നിനക്ക് കാപ്പി ഉണ്ടായി 10 മണിയായി, എന്നാലെങ്കിലും കുളിക്കുവോ? ഇല്ല, ഇനിയിപ്പോ ഉച്ചയ്ക്ക് മീൻ വെട്ടാൻ ഇറങ്ങിയേക്കാം. ഇത് ഒരു ദിവസത്തെ കാര്യമല്ല. വലിയ അശുദ്ധിക്കാരിയായിട്ട് കുളിക്കാതെ കുളിയെ നീട്ടിക്കൊണ്ടുപോകുന്ന ഭാര്യ, അവൾക്ക് തല്ല് കൊടുക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 5, ഭർത്താക്കന്മാരൊക്കെ നേരെ ഇരുന്നിട്ട് കേൾക്കേണ്ട ഒരു കാര്യമാണ്. നേരെ ഇരിക്ക്, ഭർത്താക്കന്മാരൊക്കെ നേരെ ഇരിക്കും. ഇതിലെ കടപ്പുറത്ത് കിടക്കണ പോലെ ഉണ്ട്. നേരെ ഇരി മനുഷ്യന്മാരെ, ആരോഗ്യത്തോടെ. 5 കേട്ടോ, 5 അവിടെ നിന്ന് പറയുന്നുണ്ട്. 5-ാമത്തെ കാര്യം, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ. ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, അവൾക്ക് തല്ല് കൊടുക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നീ ചോദിക്കും, അവള് സ്വർണം വേണമെന്ന് പറയുമ്പോൾ നീ വാങ്ങിക്കൊടുക്കും, ചുരിദാർ വേണമെന്ന് പറയുമ്പോൾ നീ വാങ്ങിക്കൊടുക്കും, സാരി വേണമെന്ന് പറയുമ്പോൾ നീ വാങ്ങിക്കൊടുക്കും. വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവൾ യുദ്ധവാ വീട്ടിൽ. അവള് ചോദിക്കുന്നത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കും. നീ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ഇത് വല്ലതും? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനോ നിങ്ങളോ കണ്ടിട്ടുണ്ടോ? അല്ലാഹുവേ, അവൾക്ക് വേണ്ടത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കും. എന്നിട്ട് കിടപ്പറയിൽ വരുന്നത് കരിപുരണ്ട ഒരു മാക്സി ഇട്ടുണ്ടാ വരണത്. അവള്
എന്നാൽ നീ വാങ്ങിക്കൊടുത്തത് മുഴുവൻ ഇവൾ എവിടാ കൊണ്ടുപോകുന്നത്? കല്യാണത്തിന് പോകുമ്പോൾ എഴുന്നള്ളത്തിന് പോകുന്ന ആന പോകുന്ന പോലെ ഒരുങ്ങി കെട്ടിപ്പോണേ, നാട്ടുകാരെ കാണിക്കാൻ. നീ ഇതിനാ വാങ്ങിക്കൊടുത്തേ? മനുഷ്യന് ഇതിനാ വാങ്ങിക്കൊടുത്തേ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൈലാഞ്ചി ഇടാതെ മണിയറയിൽ പോകുന്ന പെണ്ണിനെ ഇഷ്ടമായിരുന്നില്ല. മൈലാഞ്ചി ഇടാതെ സുറുമയിടാതെ മണിയറയിലേക്ക് കടന്നു പോകുന്ന ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിന്റെ ഭാര്യ മൈലാഞ്ചിയും സുറുമയും ഇട്ടുകൊണ്ട് മണിയറയിൽ വന്നത് ഓർമ്മയുള്ളൂ, പിന്നെ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ നിന്റെ ഭാര്യയോട് പറയണം, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് നിനക്ക് ഞാൻ സ്വർണം വാങ്ങി തന്നത്. അലമാരി പൂട്ടിയിട്ട് നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല, ഇട്ടോണ്ട് വാ. നീ പുതിയ സാരി, പുതിയ ചുരിദാറ് അത് ഇട്ടുകൊണ്ട് എന്റെ മുന്നിൽ വാ, ഞാനാ കാണണ്ടേ. നിന്റെ ശരീരം എനിക്ക് കാണാനുള്ളതാ, എനിക്ക് അല്ലാഹു ഹലാലാക്കി തന്നതാ, അത് ഇട്ടുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടുകൊണ്ട് വരാത്ത ഭാര്യയ്ക്ക് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങളുടെ ഭാര്യ മുഴുവനും വാങ്ങിക്കൊടുക്കുമല്ലോ, എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുമല്ലോ, എന്നിട്ട് ഇന്ന് വരെ നീ അത് കണ്ടിട്ടില്ലല്ലോ. എന്റെ പെങ്ങന്മാരോട് പറയാറുള്ളത്, പൊന്നുമോളെ, ഉസ്താദേ, എന്റെ ഭർത്താവ് അടുത്തുള്ള പെണ്ണിന്റെ കൂടെയാണ്, എന്റെ ഭർത്താവിന് അവള് വളച്ചെന്ന് പരാതി പറയുന്നവള്, എന്നെ ചതിച്ചെന്ന് പറയുന്നവള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതിന്റെ 90% കാരണക്കാരി നീയാ മോളെ. നീ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവളെ തേടിയിട്ട് നിന്റെ ഭർത്താവ് പോകുന്നത്. ഓരോ ദിവസവും മണിയറയിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ഭർത്താവിന് നിന്നോട് അല്ലാഹുവേ ആഗ്രഹം തോന്നുന്ന രീതിയിൽ ഒരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മണിയറയിലേക്ക് കടന്നു പോകണം പെണ്ണേ. ചിരിക്കുന്ന മുഖത്തോടെ വേണം നിന്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ. അല്ലാഹുവേ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് മാറ്റി നിർത്തി. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ഒരു സ്വഹാബി കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് മാറ്റി നിർത്തുകയാണ്. അല്ലാഹുവേ, ആ സഹാബി ആരെന്നറിയുമോ? ആ സ്വഹാബിയുടെ ജോലി എന്തെന്നറിയുമോ? വിറക് വെട്ടുകാരനാണ്. അല്ലാഹുവേ, വിറക് വെട്ടിക്കെട്ട് കൈകൾ മുഴുവനും തണമ്പിച്ച സ്വഹാബിയാ. ആ സ്വഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബി, നീ നിന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ പറയല്ലേ? അവള് സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സ്വഹാബിയോട് പറയുകയാ, നിന്റെ ഭാര്യ സ്വർഗത്തിന്റെ അവകാശിയാ. നീ കിടക്കുന്നതിന് മുമ്പേ നിന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കും. നിന്നെക്കാളും മുമ്പേ നിന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കും. സ്വഹാബി കൽപിതമായി, യാ റസൂലല്ലാഹ്, എന്നെക്കാളും മുമ്പേ എന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കുമോ നബിയേ? അതിന്റെ കാരണം എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ വിറക് വെട്ടിയിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാ ദിവസവും നീ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. അല്ലാഹുവേ, എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അവിടുന്ന് അധ്വാനിച്ച് ക്ഷീണിക്കുന്ന ശരീരവുമായി നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാ ദിവസവും നീ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ നിന്നെ സ്വീകരിക്കുമല്ലോ. അതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലവാ.
ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കണം പൊന്നുമോള്. ആവശ്യമുള്ളതൊക്കെ കൊടുക്കണം പെണ്ണ്. ഒരിക്കലും എത്ര വലിയ സുന്ദരിയാണെങ്കിലും ചെറുപ്പക്കാരിയാണെങ്കിലും നിന്നെക്കാളും പ്രായം കുറഞ്ഞവളെ തലകുത്തി മറിഞ്ഞാൽ നിന്റെ ഭർത്താവിനെ വഞ്ചിക്കാ, നിന്റെ ഭർത്താവിനെ പിഴപ്പിക്കാ കഴിയില്ല പെങ്ങളു. അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ, മോളെ നല്ല വസ്ത്രം ധരിച്ച്, സ്വർണ്ണമിട്ടുകൊണ്ട് പുതുവസ്ത്രങ്ങൾ ധരിച്ച്, സുഗന്ധം തേച്ചുകൊണ്ട്, സുറുമയിട്ടുകൊണ്ട്, മൈലാഞ്ചി ഇട്ടുകൊണ്ട് കിടപ്പറയിലേക്ക് കടന്നു പോ പെണ്ണ്. നിന്റെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകും പൊന്നുമോള്, നിന്റെ ജീവിതത്തിൽ സന്തോഷവും സുഖവും ഉണ്ടാകും പൊന്നുമോള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്തടിക്കല്ലേ, നിങ്ങളുടെ ഭാര്യമാരെ ചീത്ത വിളിക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ അടിക്കണമെന്ന് പറഞ്ഞാൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലണമെന്നില്ല, മുട്ടിന് താഴെ പൊട്ടാത്ത രീതിയിൽ അടി കൊടുക്കണമെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നു, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള അടുത്ത കടമ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഭാര്യയെ തല്ലണമെന്ന് പറഞ്ഞ പൊട്ടാത്ത രീതിയിൽ തല്ലുകൊടുക്കുക, എന്നാലും മുഖത്തടിക്കാൻ പാടില്ല.